കഴിഞ്ഞ ഒരു 10 വർഷത്തിലധികമായിട്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള പുരോഗതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് ഡിഫൻസ് മേഖലയിലും കാണും. അത് ഇന്ത്യക്കകത്തായാലും പുറത്തായാലും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തല ഉയർത്തി നിൽക്കുക, ഓരോ ഇന്ത്യക്കാരനും തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന, അത് വിദേശത്തായാലും ഇന്ത്യയിലായാലും തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അഭിമാനം, ഓരോ ആൾക്കും രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനം, ആ അഭിമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരുന്നു നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഡിഫൻസ് മേഖലയിൽ. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഡിഫൻസ് എന്ന് പറയുന്നത് കൂടുതൽ ഇൻഡിജിനിയസ് ആയിട്ട് തദ്ദേശീയമായ ഉൽപ്പാദന പ്രൊഡക്ഷൻ നടത്തുകയാണ് നമ്മുടെ സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൻ്റെ നല്ലൊരു ശതമാനം, അതായത് നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നു വലിയൊരു കുതിച്ചുകയറ്റമാണ് ഡിഫൻസ് ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത്. 2013-14 2,53,000 2.53 ലക്ഷം കോടിയായിരുന്നു നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റെങ്കിൽ 2024-25 അതായത് 10 വർഷത്തിന് ശേഷം അത് 6.25 ലക്ഷം കോടിയായിട്ട് വർദ്ധിച്ചു. ഈ സമയത്തും ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റിൻ്റെ 75% നമ്മളൊരു ക്യാപിറ്റൽ പ്രൊക്യൂർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതും നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുക്കാനാണ് കഴിയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഫൻസിൽ നമ്മൾ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഈ അടുത്ത് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ്. കാരണം 1971 നമ്മൾ ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് പാകിസ്ഥാനായിട്ടുള്ള സംഘർഷം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് 1965 പാകിസ്ഥാനായിട്ട് സംഘർഷം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് 62 നമ്മൾ ചൈനയുമായിട്ട് സംഘർഷം ഉണ്ടായിരുന്നു. വിഭജന സമയത്ത്, സ്വാതന്ത്ര്യ ലബ്ധി സമയത്ത് അന്നും നമ്മൾ പാകിസ്ഥാനായിട്ട് സംഘർഷം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഓരോ രാജ്യസ്നേഹിയെയും അഭിമാന പുളകിതമാക്കുന്ന രീതിയിൽ, കാരണം നമുക്ക് കൂടുതൽ പണം ചെലവഴിച്ച് അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് അതൊരു ക്രൈസിസിലേക്ക് പോകുന്നതിന് പകരം വളരെ പ്രിസിഷൻ, വളരെ കൃത്യമായിട്ടുള്ള ആക്രമണമാണ് നമ്മൾ നടത്തിയത്. 1971 നമ്മൾ വലിയൊരു യുദ്ധമാണ് നടത്തിയിരുന്നെങ്കിൽ 2025 വളരെ കൃത്യമായ ഒരു ആക്രമണം. കാരണം നമ്മൾ ആക്രമിച്ചത് ഒരു ജനവാസ മേഖലയിലെ ഒരു സിവിലിയൻ ആക്രമണമല്ല നമ്മൾ നടത്തിയിരുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പട്ടാളത്തിനെതിരായിട്ടല്ല നമ്മൾ ആക്രമണം നടത്തിയിരുന്നത്. നമ്മളുടെ ഇടയിൽ 2025 ഏപ്രിൽ 22 പഹൽഗാമിലെ ഭീകര ആക്രമണം നടന്ന സമയത്ത് അതിനുള്ള ചുട്ട മറുപടി, കാരണം ലോകത്തിനൊരു സന്ദേശം കൊടുക്കാൻ, അല്ലെങ്കിൽ പാകിസ്ഥാന് ശക്തമായ ഭീകരവാദികൾക്ക് ശക്തമായ സന്ദേശം കൊടുക്കാനുള്ളൊരു തിരിച്ചടിയായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. അത് ശരിക്ക് അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതുവരെ നമ്മളൊരു വാർ ക്രൈ നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്, നമ്മൾ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇത്തവണ നമ്മളത് ശക്തമായിട്ട് തിരിച്ചടിക്കുക തന്നെയാണ് ചെയ്തത്. അതോടുകൂടി രാജ്യത്തിൻ്റെ മുഴുവൻ ആളുകളും എല്ലാ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളും, അല്ലെങ്കിൽ ജാതീയമായ അഭിപ്രായ വ്യത്യാസങ്ങളും, ഭാഷാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി നിന്നുകൊണ്ട് നാം ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ കൊണ്ട്. അപ്പോൾ ശരിക്കും ഡിഫൻസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടാളം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു തോന്നൽ ഈ രാജ്യത്തെ ഓരോ ആളുകൾക്കും ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അത് ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ് സത്യത്തിൽ നമ്മുടെ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഒരളവ് പോലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ TK രാജ്മോഹൻ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാർ, താങ്കൾക്ക് കേൾക്കാമോ എന്നെ? ശരി. ഈ രാജ്യത്തെ ക്രമസമാധാന നിലയിൽ ഉണ്ടായിട്ടുള്ള പ്രധാന ചുവടുവയ്പ്പുകൾ, അല്ലെങ്കിൽ പ്രധാന പരിഷ്കാരങ്ങൾ, പ്രധാനമായിട്ടുള്ള ഇടപെടലുകൾ, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്? ഈ കഴിഞ്ഞ 11 വർഷങ്ങൾ എല്ലാ മേഖലയിലും, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ആ ഒരു ഉണർവ് അനുഭവപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ക്രമസമാധാന മേഖലയിൽ മൊത്തത്തിൽ എങ്ങനെയാണ് ആ ഒരു ഉണർവ് ഉള്ളത്? അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഭീകരവാദം മാത്രമല്ലല്ലോ, ഈ മാവോയിസ്റ്റ് ആക്രമണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഇടപെടലുകൾ കൂടി രാജ്യം കൃത്യമായിട്ട് നേരിട്ടിട്ടുണ്ട്. അപ്പം ഇതിനെ ഒരു സമഗ്രമായിട്ട് എങ്ങനെ വിലയിരുത്താം?